വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തേത് ഒരു അറബിക് ഡിഷായിട്ടുള്ള ചിക്കൻ പൊട്ടറ്റോ ബോളാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പൊട്ടറ്റോ ബോൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാള, ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചത്, ഒരു 3 ക്ലോസ് വെളുത്തുള്ളി, പൊട്ടറ്റോ പുഴുങ്ങി വെച്ചത്, ആവശ്യത്തിനുള്ള ബോൺലെസ് ചിക്കൻ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാത്രം അടുപ്പത്തേക്ക് വെച്ച് ചൂടാക്കാം. ചൂടായി വന്ന പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി കട്ടാക്കി വെച്ചത് ഇട്ട് കൊടുക്കുക. അത് നല്ല ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. സവാള പെട്ടെന്ന് വാടാനായിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അടച്ച് വെക്കാതെ ആ സമയം കൊണ്ടിട്ട് നമുക്ക് പൊട്ടറ്റോ ഒന്ന് ഉടച്ചെടുക്കണം. വാടിയ സവാളയിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അത് കുക്കാവുമ്പോഴേക്കും പൊട്ടറ്റോയിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം. പൊട്ടറ്റോയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 3 ടേബിൾ സ്പൂൺ ക്രീം, അല്പം പാല്, ഇവ ചേർക്കുക. ഇനി പാലോ ക്രീമോ സ്കിപ്പ് ചെയ്യുന്നെങ്കിൽ സ്കിപ്പ് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, കുറച്ച് പാഴ്സ്ലി ലീഫ്, ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂൺ ബട്ടറും കൂടി ചേർക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചിക്കനിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡറും ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് അതിലോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ കുറച്ച് സ്വീറ്റ് കോണും ചേർത്ത് കൊടുക്കുക. ഇനി ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതിൽ ക്യാപ്സിക്കം ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ഫ്ലേവറിനുള്ള ഒറിഗാനോയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലോട്ടൊരു സോസ് ആവശ്യമുണ്ട്. സോസിനായിട്ട് ഒരു 2 സ്പൂൺ ബട്ടർ ചേർക്കാം. അതിൻ്റെ കൂടെ 2 സ്പൂൺ മൈദയോ 2 സ്പൂൺ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കണം. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള പാല് ചേർക്കാം. 2 കപ്പ് പാല് ഇവിടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ആഡ് ചെയ്യുന്നു. അതേപോലെ 1 സ്പൂൺ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ക്രീമിൽ നിന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള കുരുമുളകും ചേർക്കാം. അതുപോലെ ഫ്ലേവറിന് കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. അതൊന്ന് കുറുകി വന്നാൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബേക്കിംഗ് ട്രേ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഫുള്ളായിട്ട് നമ്മൾ ചിക്കൻ നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മൊസറല്ല ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഓരോ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ
സ്പ്രെഡ് ചെയ്യണം. ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി സോസ് ഇതിൻ്റെ എല്ലാ ഭാഗത്തായിട്ട് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്തിട്ട് എയർ ഫ്രയറിലോ ഓവനിലോ വെച്ചിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. മുകളിലൊന്ന് ബ്രൗൺ കളറായി വരുന്നവരെ ബേക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊട്ടറ്റോ ബോൾ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനും കാണാനും നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. ഒരു അറബിക് ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.